പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മാർച്ച് 31 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങൾ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 31 ഈ ഉത്രാട പാച്ചില് പോലെ ഒരു ഗവൺമെൻറ് ഓഫീസർമാരുടെ ഒരു പാച്ചിലാണ്. ഇന്നത്തെ ദിവസമൊക്കെ പഞ്ചായത്ത് രാത്രി 12 മണി വരെ പ്രവർത്തിക്കണതാണ്. എന്ന് വെച്ചാൽ ബില്ല് പാസ്സാക്കിയിട്ടില്ല. ചില സമയത്ത് ട്രഷറിയും ബാനാകണ മുമ്പ് ബില്ലെല്ലാം പാസ്സാക്കിയിട്ടുണ്ട്. എന്ത് ടെൻഷനാണെന്ന് അറിയാം. എഴുതി എല്ലാം ഇങ്ങനെ അരികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ കോൺട്രാക്ടർമാരും ഇപ്പോൾ വർക്കേഴ്സും അല്ലാത്തവരും എല്ലാവരും പണം സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളവരെല്ലാവരും അവർ ഓഫീസ് ലെവലിലും ടെൻഷൻ അടിക്കണ ഒരു ടൈമാണിത്. നമ്മൾ എത്ര നേരത്തെയൊക്കെ ഹോംവർക്ക് ചെയ്ത് വെച്ചാലും ഈ സമയത്ത് ഇതിൻ്റെതായിട്ടുള്ള ഉത്തരടപ്പാച്ചിൽ പോലെ ഒരു പാച്ചിലുണ്ടാവും. ഞാൻ ഈ സമയത്ത് എല്ലാവരെയും ഞാൻ ആശീർവദിക്കുകയാണ്. കർത്താവ് ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ബില്ല് പാസ്സാക്കാൻ വേണ്ടി വിഷമിക്കുന്നവരെ
അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, സംഘർഷങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ ഇത് അവസാനിപ്പിച്ച് സമാശ്വാസമായിട്ടത് കിട്ടാനും അത് കൊടുക്കേണ്ടവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വേല ചെയ്യുന്നവരെല്ലാവരും നീ ആശീർവദിക്കണേ. ആരോഗ്യത്തിലിരിക്കണമേ. സ്വസ്ഥവും സമാധാനമായിട്ട് കിടത്ത ഈ വിഷയമെല്ലാം പര്യവസാനിക്കാൻ ഈ വർഷം, സാമ്പത്തിക വർഷം പര്യവസാനിക്കണ ഈ ദിവസം കർത്താവ് സർക്കാരിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സർക്കാരിനെ ഉപജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട് ഈശോയെ. അവരെ എല്ലാം അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, 31-ാം തീയതിക്ക് മുമ്പ് ലാസ്റ്റ് ഡേറ്റ് ഇട്ട് ചെയ്തിരിക്കണം ഓരോ വിഷയത്തിനും കർത്താവെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ പരീക്ഷ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ തുടങ്ങിയിട്ട് 1.5 മാസമായി. പലതരത്തിലുള്ള പരീക്ഷകളാണ് ഉള്ളത്. മത്സര പരീക്ഷ ഉണ്ട്, കർത്താവ് എഡ്യൂക്കേഷൻ്റെ പഠന സ്കൂളിങ്ങിൻ്റെയും കോളേജിൻ്റെയും പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളുണ്ട്. ഓരോ തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് കർത്താവ് വലിയ രോഗികളായി മാറിയവരും, പരീക്ഷ കൊണ്ട് ടെൻഷൻ അടിച്ച് പരീക്ഷ മാറ്റിവെക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരെല്ലാം എഴുതാൻ വേണ്ടി കർത്താവ് നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെഴുതുന്നതിൽ കർത്താവെ അവരുടെ പരാധീനതകളെ നീ പരിഹരിക്കണമേ എന്ന് കർത്താവ്, എന്ത് രോഗമായാലും കർത്താവെ പോയി എഴുതിയിട്ട് ചിലത് കർത്താവെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് 0 ആയി പോവുകയും എന്നാൽ അവർ പോയി എഴുതുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിലവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ യോഗ്യത കൊണ്ടല്ല കർത്താവ്, ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകയറിപ്പോകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ, പീഡിതരെ, അതുപോലെ തന്നെ ഗർഭിണികളെ, അതുപോലെ തന്നെ ഉള്ള ആശുപത്രി മാസങ്ങളോളം താമസിക്കുന്നവർ, പല പല മരുന്നുകൾ എടുത്തിട്ടും ഗതി പിടിക്കാതെ രോഗമായിട്ടിരുന്നിട്ട് മനസ്സിൻ്റെ ധൈര്യം പോയവർ, കർത്താവെ മനസ്സിൻ്റെ ധൈര്യം പോയവരെ നീ ആശീർവദിക്കണമേ ഈശോയെ. അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ചില സമയത്തെ നമ്മൾ ദൈവത്തെ നമ്മളറിയാതെ തന്നെ സൈഡ് ലൈൻ ചെയ്യും. അത് ഞാൻ ഒരു 10-21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറേ ഇടവകയിൽ ഇരുന്നിട്ടുണ്ട്. കുറേ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവത്തിന് അവിടെ ഒന്നാം സ്ഥാനമൊന്നുമില്ല. ദൈവം ഒരു ആഡംബര വസ്തുവിനെ പോലെ, വ്യക്തിയെപ്പോലെ നമ്മൾ ആഡംബരത്തിന് വേണ്ടി ഇപ്പോൾ അടിയന്തര വെള്ളപ്പം മാത്രം വിളിക്കത്തില്ലേ, അടിയന്തര വെള്ളപ്പം മാത്രം വിളിക്കുന്ന കുറേ ബന്ധുക്കളിലെ നമുക്ക് അനുദിന ജീവിതത്തിലൊന്നും അവർ നമ്മുടെ ഒരു ആരുമല്ല. ശരിക്കും നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കണം, വിളിക്കണതൊക്കെ അന്നേരം. പക്ഷേ അടിയന്തരമാകുമ്പോൾ ആൾക്കാർ വിളിക്കും. അത് ദൈവം ഇതുപോലെ ഒരു അടിയന്തര വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അടിയന്തര വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവലിനും അതുപോലെ തന്നെയുള്ള സമയത്ത് നമ്മൾ കല്യാണം, അതുപോലെ തന്നെ ആണ്ടടിയന്തരം, ഇതിനൊക്കെ മസ്റ്റായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ വിളിച്ചില്ലെങ്കിൽ തിരക്കത്തില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, നാട്ടുകാർ ചോദിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരെയൊക്കെ ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കണ കുറേ ബന്ധങ്ങളുണ്ട്. ദൈവം അതിലൊരാളാണ്. ചിലർക്ക് സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 11-ാമത്തെ വാക്യെടുത്തേ. അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം, ശുഭമായിരിക്കത്തക്ക വിധം, ഭംഗിയായിരിക്കത്ത വിധം സൃഷ്ടിച്ചു. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഇതെല്ലാം ദൈവം ഇപ്പോൾ സൗന്ദര്യമായാലും ആരോഗ്യമായാലും ജോലിയായാലും എല്ലാ കാര്യം, വീടായാലും എല്ലാം നല്ലതുപോലെ ചെയ്യണം. എന്താണ് അത്? ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള നമ്മുടെ മനസ്സിൻ്റെ യോജിപ്പാണിത്. പക്ഷേ വരുന്നൊരു വിഷയം, നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും നല്ലതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു വലിയ ഇറാഖി ഭരണകാലത്ത് അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ വീട് വെഞ്ചരിക്കാൻ ചെന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട് നല്ല
വലിയ വീടാണ്. അപ്പോൾ അതെല്ലാം വെഞ്ചരിച്ച്, മുറികളൊക്കെ എല്ലാം വെഞ്ചരിച്ചു, അപ്പ് സ്റ്റെയറും എല്ലാം വെഞ്ചരിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനം ഹൃദയ പ്രതിഷ്ഠ എടുത്ത് വന്ന്, വീട് വെഞ്ചരിച്ച് കഴിഞ്ഞാൽ ഹൃദയ പുസ്തകം എടുത്തത്. അപ്പോൾ ഹൃദയ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞാൻ ഹൃദയ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ഹൃദയത്തിൻ്റെ രൂപം എവിടെയാണ് പ്രതിഷ്ഠ ചെയ്യുക, ഏത് മുറി, പ്രാർത്ഥന മുറിയിൽ. അപ്പോൾ എന്നാ സംഭവം എന്നറിയാമോ, ഒരു സ്റ്റെയർ കേസ് പോയിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇത്തിരി സ്ഥലമുണ്ട്. അത് കളയാതിരിക്കാൻ വേണ്ടി കർത്താവിനെ കൊണ്ട് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം മനുഷ്യർ സഭയിലുണ്ട്. എന്നുവെച്ചാൽ ബോധമില്ല, പണം തലക്കടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ കൊണ്ട്. ചിലർ അതിൻ്റെ താഴെ വേണമെങ്കിൽ ഈ വാഷിംഗ് ഫേസ് വാഷ് ചെയ്യേണ്ടത്, അത് ഫേസ് വാഷ് ചെയ്യുന്ന സ്ഥലം പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ അവിടെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്നുവെച്ചാൽ പ്രാർത്ഥനാമുറി അങ്ങോട്ട് വരുമ്പോൾ ഈ രാജകീയമായിട്ട് ഇറങ്ങി വരണ സ്ഥലത്ത്, കയറിപ്പോണ സ്ഥലത്ത് അത് പ്രാർത്ഥനയുടെ സ്ഥലമാണത്. പക്ഷേ അതിന് പകരം അവിടെ സ്റ്റെയർ കേസായിപ്പോയി. വെച്ചാൽ അത്രയും വിഡ്ഢിയാന്മാരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ദൈവത്തെ മറന്ന് ജീവിക്കും. അപ്പോൾ എന്താ പരിപാടി? അതെല്ലാം അശുഭമാകും. പിന്നെ അവിടെ രോഗങ്ങളൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ തന്നെയാണ് അശുഭമാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊന്നും അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം, ദൈവത്തിൻ്റെ സമയം, ആ ദൈവത്തിൻ്റെ സമയം മനുഷ്യന്മാരെടുക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയുടെ സമയമാണത്, അത് കർത്താവിൻ്റെ സമയമാണ്. അത് ദൈവത്തിന് സമയം കൊടുക്കണം. ആ സമയം മമ്മി എനിക്ക് പഠിക്കാനെന്ന് കഴിഞ്ഞാൽ നീ പഠിച്ചിട്ട് എവിടെ ചെല്ലാനാണ്? പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ ജോലി കിട്ടുമായിരിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ജോലി കിട്ടും, നീ നല്ല കല്യാണം കഴിക്കും. പക്ഷെ അതുകൊണ്ടും ജീവിതമായില്ല. ഒരു അസുരവിത്ത് മന്ദബുദ്ധി ജനിച്ചാൽ പോരെ, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്ന്, അതായത് ഇതാണ് ഈ ധൃതി കാണിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം. അശുഭമായി പോണതും ധൃതിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ജീവിതത്തിൽ അല്പം ശാന്തമാവുക. ദൈവം ശാന്തമാക്കുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുക. ഇന്നലെയൊക്കെ വായിച്ചു കേട്ടില്ലേ, തോബിയാസ് 14:9. ഒന്നിനു വായിച്ചത്, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും ദൈവത്തിന്റെ വചനം പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പം നീതിയോടെ വർത്തിക്കാം. പക്ഷേ അപ്പോഴേ നിനക്ക് ശുഭം ഭവിക്കണം നിർബന്ധമില്ല. കരുണയോടെ വർത്തിക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.